നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നമ്മളിങ്ങനെ ഒരു നാടകക്കാര് ഇത്രയും സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം വിനയ് എൻ്റെ അടുത്ത് പറയാണ്, ഇവരെ വെച്ചിട്ട് ഈ ബാക്കി ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, വേറെ ഇല്ലാത്തവരും ഉണ്ട്, ഇവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ നിനക്ക്, അവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അപ്പോ സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു വിനയ് ഫോർട്ട്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കൂടെ ചേർന്ന ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് ഒരു പുറത്തുനിന്ന് ഒരാള് വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിനയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഹരി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ഞാനൊരു 3-4 പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എൻ്റെ വിനയ പറഞ്ഞാണ്, നിനക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ ഷാജോന്റെ അടുത്ത് പോവുക, അതല്ല നിനക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു 2-4 ഓപ്ഷൻസ് ഉണ്ട്, അവരൊക്കെ ഗംഭീരമാണ്. അപ്പൊ ഞാൻ മനസ്സമാധാനമാണ് മെയിൻ. ഷാജോന്റെ നല്ല ആക്ടറാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ എങ്ങനെ ഷാജോന്റെ അടുത്ത് പോവുകയും ഷാജോൻ ഈ സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത്, ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു. ഈവൻ ടു ബി പ്രിസൈസ്, അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും, അദ്ദേഹം വന്ന് ഒരു 10-20 മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത്. 10-20 മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഈ 12 ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത്. വേറെ 1-2 ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ, ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ്. അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആരാണോ അയാളാണ്. ആ ആളായിട്ട് സെറിൻ ഷിഹാബ് എന്ന് പറയുന്ന ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, പക്ഷെ ആ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും ഓഡിഷൻ ഞങ്ങൾ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അവന്റെ സെറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ കാഴ്ചക്കാരന് ഇത്രയും ഒരു ന്യൂആൻസ്ഡ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ 3 അവാർഡല്ല, 4ാമതൊരു അവാർഡും കൂടെ ആഗ്രഹിച്ചിരുന്നത് സെറിന്റെ മികച്ച നടിയുള്ള അവാർഡാണ്. പക്ഷെ സാരമില്ല, സെറിൻ ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സെറിൻ അതിൻ്റെതായ അവസരങ്ങളും വരുന്നുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് സെറിൻ. അപ്പോൾ സംസാരം കുറച്ച് നീണ്ടുപോയി, അത് ഈ സന്തോഷത്തിന്റെ ആവശ്യത്തിന്റെയാണ്. അപ്പോ ഇനി ഞാൻ വിനയ്ക്ക് മൈക്ക് വിടാം. ബാക്കി തുടരെ ഓരോരുത്തർ സംസാരിക്കും. അതിന് ഇതിനിടയിൽ മഹേഷിനും കൂടെ സംസാരിക്കും. ആക്ച്വലി ഒരു നാഷണൽ അവാർഡ് വിന്നർ ഇരിക്കെ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ മഹേഷ് സംസാരിക്കും.